നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അല്ലെങ്കിൽ മിനി അർജന്റീന എന്നാണല്ലോ വിളിപ്പേര്. ശരിയാണ്, റോഡ്രിഗോ ഡി പോൾ പോയി, പക്ഷേ തിയാഗോ അൽമേഡയെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു അർജന്റീൻ സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമം നടത്തുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയാണ്. മറ്റാരുമല്ല, അർജന്റീൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമായ നിക്കോ ഗോൺസാലസിനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ അവർ ശ്രമം നടത്തുന്നത്. നമുക്ക് എന്താണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡ് ഓപ്പൺ ടോക്സ് ടു സൈൻ നിക്കോ ഗോൺസാലസ് ഫ്രം യുവൻഡസിൽ നിന്ന് നിക്കോ ഗോൺസാലസിനെ സ്വന്തമാക്കാനായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഡിസ്കഷൻ സ്റ്റാർട്ടഡ് ഓവർ പൊട്ടൻഷ്യൽ ഡീൽ എന്നാണ് അദ്ദേഹം കൂട്ടിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇതൊരു പെർമനൻ്റ് ഡീലാവാം, അതായത് ലോണല്ല, പെർമനൻ്റ് ഡീലിലാണ് ശ്രമിക്കുന്നത്. ഇനീഷ്യൽ ടോക്സ് ഓൺ ഗോയിങ് എന്നാണ്. പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു പുതിയ വിങ്ങറെ സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമത്തിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങിക്കഴിഞ്ഞു. നിക്കോ ഗോൺസാലസ് നമുക്കറിയാമല്ലോ, അർജന്റീന ടീമിലെ ലയണൽ സ്കലോനിയുടെ വളരെ പ്രിയപ്പെട്ട കളിക്കാരനാണ്. സ്ഥിര സാന്നിധ്യമാണ്. 43 അന്താരാഷ്ട്ര മത്സരങ്ങൾ, 27 വയസ്സിനടുക്ക് അദ്ദേഹം അവിടെ ഓൾറെഡി കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കൊപ്പ അമേരിക്ക 2021, 2024 2 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഫൻലിസിമയിൽ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർജന്റീൻ ദേശീയ ടീമിൻ്റെ അഭിവാജ്യ ഘടകങ്ങളിൽ ഒരാൾ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കുന്നത്. നോക്കുക, ഓൾറെഡി ഹുലിയൻ ആൽവരസ് അവിടെയുണ്ട്, തിയാഗോ അൽമേഡയുണ്ട്, നിക്കോ ഗോൺസാലസിനെ കൂടി കൊണ്ടുപോകുന്നു. അർജന്റീനയുടെ മുന്നേറ്റത്തിനെ അപ്പാടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.